നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി കേരളം. സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കാനാണ് മുന്നണികളുടെ തീരുമാനം. ഫെബ്രുവരി ആദ്യവാരം സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനാണ് UDFന്റെ നീക്കം. LDFന്റെ പ്രചാരണ ജാഥകൾക്കും ഫെബ്രുവരിയിൽ തുടക്കമാകും. അട്ടിമറിയിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച BJP ഇരുമുന്നണികൾക്കും ഒരുപോലെ വെല്ലുവിളിയാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടായേക്കും. ക്ഷേമപ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകാനാണ് സർക്കാർ തീരുമാനം. TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, തുടർഭരണം ലക്ഷ്യമിട്ടാണ് LDF സർക്കാരിന്റെ പ്രവർത്തനം. LDF ജീവൻ മരണ പോരാട്ടത്തിലാണ് ഭരണം നിലനിർത്താൻ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാമോ? അതില ശ്രുതി പറഞ്ഞതുപോലെ ഇനിയുള്ള ഓരോ നിമിഷങ്ങളും അത് തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ളത് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് സർക്കാരിന് ഇനിയുള്ള ഈ 2 മാസം എന്നുള്ളത് എന്തൊക്കെ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന പദ്ധതികളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ഉറപ്പായും. കാരണം തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്നു. ഫെബ്രുവരി മാസം തന്നെ പ്രഖ്യാപനമുണ്ടായേക്കുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് 3 മുന്നണികളും മുന്നോട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഫെബ്രുവരി അവസാനമാണ് പ്രഖ്യാപനമുണ്ടായത്. ഏപ്രിൽ 6-നായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. മെയ് 2-ന് വോട്ടെണ്ണലും നടന്നു. അങ്ങനെയെങ്കിൽ ഏതാണ്ട് ആ സമയത്തൊക്കെ നടക്കാനുള്ള സാധ്യതയാണ്. ഒരു ഘട്ടമായി നടക്കും എന്നുള്ളത് തന്നെയാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് 3 മുന്നണികളും വലിയ മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഫെബ്രുവരിയോടുകൂടി തന്നെ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. അതിനുള്ള ചർച്ചകൾ അവർ തുടങ്ങിക്കഴിഞ്ഞു ഇതിനകം തന്നെ. മാത്രവുമല്ല, LDFനെ സംബന്ധിച്ച് അവരുടെ ജാഥകൾ പ്രചാരണത്തിനുള്ള തുടക്കമായി മാറ്റാനുള്ള ഒരു ശ്രമമാണ് LDFന്റെ ഭാഗമായുള്ളത്. 3 ജാഥകളാണ് സംസ്ഥാനത്തുള്ളത്. ഫെബ്രുവരി മാസത്തിലാണ് ആ ജാഥ. ചുരുക്കത്തിൽ 3 മുന്നണികളും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. സർക്കാരിനെ സംബന്ധിച്ച്, LDFനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് 3ാമത് ഒരു ഭരണം വന്ന് ചരിത്രമാകും എന്നുള്ളത് മാത്രമല്ല, ഇത്തവണ കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ടാൽ രാജ്യത്ത് CPIM നേതൃത്വം നൽകുന്ന ഒരു സംസ്ഥാന സർക്കാരും ഇല്ലാത്ത നിലയിലേക്ക് പാർട്ടി നാണം കെടും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ജീവൻ മരണ പോരാട്ടമാണ് CPIMനെ സംബന്ധിച്ച്. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ 3ാമത്തെ തവണയും നഷ്ടപ്പെടുക എന്നുള്ളത് അവർക്ക് സങ്കല്പിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അതോടൊപ്പം ഒരു സീറ്റ് പോലും ഇല്ലാത്ത BJPക്ക് വളരെ ചുരുങ്ങിയ സീറ്റെങ്കിലും പിടിക്കുക എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ ദൗത്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ക്ലാസ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ അവർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കും എന്നുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വളരെ കാലേക്കൂട്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് സംസ്ഥാനത്ത് 3 മുന്നണികളും നടത്തുന്നത്. ശ്രുതി.